യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വചന ധ്യാനത്തിങ്കിൽ നമ്മൾ വളരെ പ്രധാനമായി പറഞ്ഞത് നമ്മിലെ ആത്മീക ഐക്യതയുടെ കാരണം എന്താണ്. നമ്മൾ പങ്കിടുന്നതായ വിശ്വാസമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ ചിന്തിച്ചു, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളിൽ ഐക്യത ഉളവാകുന്നത്. ഐക്യതയുടെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. കാരണം നമ്മൾ ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ, ഒരേ ഫോക്കസിൽ ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൽ തന്നെ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, ഇവിടെ നമ്മൾ പറയുന്ന പോലെ ആത്മാവ്, വിശ്വാസം, സ്നാനം, അതേപോലെ തന്നെ നമ്മളിൽ ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാം തന്നെ ഒരുപോലെ, അതുപോലെ നമ്മുടെ പ്രാർത്ഥന ആരോട് എന്നുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നായിരിക്കണം. പ്രാർത്ഥന നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായി ദൈവത്തോട് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത്. അല്ലാതെയുള്ള പ്രാർത്ഥന ഒരിക്കലും നമ്മളിൽ ഐക്യത ഉളവാകുവാൻ സാധ്യമല്ല. ഇന്ന് നമുക്കറിയാം, ക്രിസ്തീയ സഭകളിൽ പോലും കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം പിതാവായി ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് പകരമായി പലരുടെയും നാമത്തിലുള്ള പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും തന്നെ ദൈവവചനത്തിന്റെ അനുസൃതമല്ല. ദൈവവചനത്തിന് അനുസൃതമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് ദൈവം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അംഗീകരിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇതിനോട് ചേർന്നാണ് അപ്പോസ്തലനായ പൗലോസ് 7-ാം വാക്യത്തിൽ, എഫേസ്യ ലേഖനം 4-ന്റെ 7-ാം താൻ പറയുന്നു, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. നോക്കണേ, ഈ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മളിൽ പകർന്നതിൽ വ്യത്യാസങ്ങളുണ്ടോ? ചിലർ പറയാറുണ്ട്, അവന് കൂടുതൽ കൃപ ലഭിച്ചിരിക്കുന്നു, എനിക്ക് കുറച്ചു കൃപ ലഭിച്ചിരിക്കുന്നു. ഈ കൃപയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് കൃപ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. എന്താണ് ക്രിസ്തുവിന്റെ ദാനം എന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ ദാനം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആത്മീയ ദാനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതുമായ ഒരു കാര്യം, കർത്താവ് യേശുക്രിസ്തു എന്ന ആ ദാനം കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മളിൽ ദൈവം പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്ന ദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തുവിന്റെ ദാനം എന്ന് പറയുന്നത് നമ്മളിൽ പകർന്നിരിക്കുന്ന ആ ആത്മാവിന്റെ അളവിനൊത്തവണ്ണം നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ചോദിക്കാം, ആത്മാവിന്റെ അളവിന് വ്യത്യാസമുണ്ടോ എന്നുള്ളത്. ആത്മാവിന്റെ അളവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമ്മളുടെ ആത്മാവിന്റെ അളവും വർദ്ധിച്ചു വരും. അതായത് ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ആ അവസരം നമ്മളിൽ കൂടുതലായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ അധികമായി പകർന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് അധികമായി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ ദാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സഭകളിൽ നമ്മൾ പ്രവർത്തിക്കുവാൻ അവസരം കൊടുത്താൽ അതിന് തക്കവണ്ണമായി ദൈവത്തിന് കൃപ നമുക്ക് തരും. ഈ കൃപ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന പ്രാപ്തിയാണ്. ദൈവം നമുക്ക് തരുന്നതായ കഴിവാണ്. ദൈവം നമുക്ക് തരുന്നതായ പ്രസാദമാണ്. ദൈവത്തിന്റെ ഫേവറാണ്. ഇങ്ങനെ പല വേദഭാഗങ്ങളിലുള്ള നിർവചനമാണ് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ കൃപ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോസ്തലൻ പൗലോസ് തൻ ജീവിതത്തിൽ കടന്നു വന്നതായ ശൂലം എന്ന് താൻ പരാമർശിക്കുന്നതായ
ഒരു പ്രശ്നം, അത് വ്യക്തിപരമായ ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അത് നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് 3 വട്ടം താൻ അപേക്ഷിച്ചു. എന്നാൽ ഈ 3 വട്ടവും താൻ അപേക്ഷിച്ചത് ദൈവം നിവർത്തിച്ചില്ല. പകരം ദൈവം അപ്പോസ്തലനായ പൗലോസിനോട് സംസാരിച്ചു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഈ 2 പദങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ശക്തി എന്നുള്ള സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവിനെയാണ് അവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ കൃപയും ശക്തിയും ഇത് രണ്ടും നമ്മളിൽ ഒരേപോലെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ശക്തി എന്ന് പറയുന്നത് ദൈവം നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിലൂടെ നൽകിയ ദാനമായ ദൈവത്തിന്റെ ആത്മാവാണ് ശക്തി. അതേപോലെ കൃപ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം, ദൈവത്തിന്റെ ആത്മാവിന്റെ അളവിനൊത്തവണ്ണം. ഈ അളവെന്ന് പറയുന്നത് ദൈവം ആരോടെങ്കിലും മുഖപക്ഷം കാണിച്ചു കൊടുക്കുന്നതായ അളവിന്റെ വ്യത്യാസമോ അളവോ അല്ല. മറിച്ച് നമ്മളുടെ വിശ്വാസമാണ് അതിന്റെ അളവ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് മോശ തന്റെ ജനത്തിന്റെ ആ ആകാംക്ഷയ്ക്കും ഉത്കണ്ഠയ്ക്കുമൊപ്പം ഉത്കണ്ഠാകുലനായിരുന്നു. ജനത്തിന് പക്ഷെ അടുത്ത മാർഗം അറിയാതിരിക്കുമ്പോൾ മോശയ്ക്ക് ആ മാർഗം അറിയാമായിരുന്നു. മോശ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിലുള്ള വിശ്വാസം, ആ ദൈവത്തിലുള്ള വിശ്വാസത്താൽ മോശ ദൈവത്തോട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു, അല്ലെങ്കിൽ ദൈവത്തോട് താൻ സംസാരിച്ചു. അത് ആ വിശ്വാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിശ്വാസത്തിങ്കൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരം മോശ പ്രാപിക്കുക. എന്നിട്ട് മോശ എന്താ ചെയ്തത്? മോശ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ അവൻ ചെങ്കടലിന്റെ മുമ്പിലേക്ക് കടന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആ പ്രാർത്ഥനയിൽ മോശയോട് തനിക്ക് ദൈവം കൊടുത്തതായ ആ വടിയെക്കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ ഒരു കാഴ്ചപ്പാട് പ്രാപിപ്പാൻ മോശയ്ക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ദൈവം കൽപ്പിച്ചതുപോലെ ആ വടി അവൻ സമുദ്രത്തിന് നേരെ നീട്ടിയപ്പോൾ ആ ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെട്ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മളിൽ ദൈവശക്തിയുടെ പകർച്ചയും അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതായ നിയോഗവും. അങ്ങനെയാണ് നമ്മളിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കൃപ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതായ അവന്റെ പ്രസാദം, അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്നതായ പ്രാപ്തി, കഴിവ്. ഇപ്പോൾ മോശ ജനത്തിനു മുമ്പാകെ നിൽക്കുന്നത് ധൈര്യമില്ലാത്തവനായിട്ടല്ല. മോശ ജനത്തിനു മുമ്പാകെ പേടിച്ച് തോറ്റുപോയവനായിട്ടല്ല നിൽക്കുന്നത്. മറിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പുള്ള മോശയല്ല, ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള മോശയെ നമ്മൾ കാണുന്നത്. അവൻ ഇപ്പോൾ വളരെ കോൺഫിഡന്റ് ആണ്. യെസ്, വി ക്യാൻ ക്രോസ് ദിസ് സീ. ഈ കടലിനെ നമുക്ക് ഭേദിക്കുവാൻ കഴിയും എന്നുള്ള ആ വലിയ കോൺഫിഡൻസ് മോശയ്ക്ക് ഉണ്ടാവുകയും അത് ജനത്തെങ്കിലേക്ക് പകരുവാനിടയായി തീർന്നു. നോക്കണേ, ജനമെല്ലാം നോക്കി നിൽക്കുമ്പോൾ മോശ ദൈവം പറയുന്ന പോലെ അനുസരിക്കുക. പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണിത്, ദൈവം പറയുന്ന പോലെ ചെയ്യാൻ കഴിയാതിരിക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ ഈ ചെങ്കടലിന്റെ ഭീകരത നമ്മൾ ഉള്ളിൽ കരുതി വെക്കുന്നു. അതുപോലെ പുറകിൽ വരുന്നതായ ഫറവോന്റെ വെല്ലുവിളികൾ നമ്മുടെ മാനസിക മണ്ഡലത്തെ തകർത്തു കളയുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ഒന്ന് മുഴങ്കാലിൽ ഇരിക്കാൻ പോലും ആർക്കും കഴിയാതിരിക്കുന്ന അനുഭവമുണ്ട്. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം ആ പ്രതികൂലങ്ങളെ മുഴുവൻ ഭേദിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടു നിർത്തുകയും ദൈവം നമുക്ക് നൽകിയതായ ആ വരങ്ങൾ, ആ ദാനങ്ങളെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം മോശയ്ക്ക് നൽകിയതുപോലെ നമുക്കും നൽകുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. കോട്ടകളെ തീർക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ അത്രേ. അതുകൊണ്ട് നമ്മളിവിടെ വായിക്കുന്ന പോലെ, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ഒരു വിഷയത്തിന്റെ തുടർമാനമായ 1-2 ചിന്തകൾ കൂടെ ഞാൻ അടുത്ത ദിവസം നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ദാനം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്കായി നൽകുന്നതാണ്. അതുകൊണ്ടാകാൻ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായി ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ക്രിസ്തു നമുക്ക് വേണ്ടി നൽകുന്ന ദാനത്തെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസവും ചിന്തിക്കുന്നതാണ്. ഇന്നത്തെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. വളരെ ആഴത്തിലുള്ള ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദാനം ഞങ്ങളിൽ അങ്ങ് പകർന്നിരിക്കുന്നു എന്നുള്ളതും ആ ദാനത്തിൻ്റെ അളവിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കുന്നു എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനം കേൾത്ത ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തോണം ദൈവകൃപ ഓരോരുത്തരും അങ്ങ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും ഈ ദൈവിക കൃപകൾ പ്രാപിപ്പാനും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.